വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ തന്നെ വേറൊരു പാത്വേ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് സീംസ് ടു ബി എ ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ബട്ട് ഈസിയാണ്. ഓക്കെ, ആരോസ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഈസിയാണ്, വലിയ കുഴപ്പമില്ല. പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ അഥവാ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്, SHUNT, ഷണ്ട് അല്ലെങ്കിൽ ബൈറൂട്ട് എന്ന് പറയാവുന്ന ഷണ്ട് പാത്വേ. ഇത് സൈറ്റോപ്ലാസത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യണത്. നമ്മുടെ സെല്ലാ മെറ്റബോളിസത്തിൻ്റെ നോർമൽ റൂട്ടിന് പകരക്കാരനായിട്ട് നിൽക്കുന്ന ഒരു പാത്വേ ആണ് ഈ പറഞ്ഞ ഷണ്ട് പാത്വേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ബൈപ്പാസ് പാത്വേ എന്നതിന് അഥവാ ഷണ്ട് പാത്വേ എന്ന് പറയുന്നത്. ആൻജിതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പം മറ്റേതിൻ്റെ അത്രയും ഒന്നും എനർജി ഈൽഡ് ഇതിൻ്റെ അകത്ത് വരത്തില്ല. എങ്ങനെയെങ്കിലും മറ്റേ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യാത്ത സിറ്റുവേഷനിൽ മെറ്റബോളിസം നടത്താൻ വേണ്ടി, അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ വേണ്ടി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഷണ്ട് പാത്വേ എന്ന് പറയുന്നത്. ഇവിടെ ATP ജനറേഷൻ ഡയറക്റ്റ്ലി ഒന്നും നടക്കുന്നില്ല. പിന്നെയുള്ള ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് NADPH. അതിൽ നിന്ന് ഫർദർ ഓക്സിഡേഷനൊക്കെ നടക്കുന്നുണ്ട്, കിട്ടും, ഈൽഡുണ്ട്. അതുകൂടാണ്ട് NADPHനെ ഫാറ്റി ആസിഡിൻ്റെയും സ്റ്റിറോയിഡിൻ്റെയും സിന്തസിസിന് യൂസ് ചെയ്യാം. ദിസ് ഇസ് വൺ ഓഫ് ദ ബൈ പ്രോഡക്റ്റ് NADPH. അതല്ലാണ്ടുള്ള ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റൈബോസ് 5 ഫോസ്ഫേറ്റ്. റൈബോസ് ഷുഗറൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. നമ്മുടെ DNA RNAയിലൊക്കെ ഉള്ള സാധനമാണ്. സോ ന്യൂക്ലിയോസൈഡിൻ്റെ ഒക്കെ സിന്തസിസിന് യൂസ് ചെയ്യാമെന്ന് സാരം. ഇനി ഈ പറഞ്ഞ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേ, അതിന് രണ്ട് ഫേസ് ഉണ്ട്. ദ ഓക്സിഡേറ്റീവ് ഫേസ് ആൻഡ് നോൺ ഓക്സിഡേറ്റീവ് ഫേസ്. അതിൽ ഓക്സിഡേറ്റീവ് ഫേസ് ആണ് നോൺ റിവേഴ്സിബിൾ. അവിടുത്തെ റിയാക്ഷൻസ് എല്ലാം വൺ വേയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ആയിരിക്കും. നോൺ ഓക്സിഡേറ്റീവ് ഫേസിലെ റിയാക്ഷൻസ് എല്ലാം പ്രോഡക്റ്റായി മാറിയാലും അല്ലേ, സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടിയാലും അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ കൂടുതൽ കുറവ്, pHൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ മൂലം ആ റിയാക്ഷൻസ് റിവേഴ്സ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നോൺ ഓക്സിഡേറ്റീവ് ഫേസിലെ റിയാക്ഷൻസ് എല്ലാം റിവേഴ്സിബിൾ റിയാക്ഷൻസും ഓക്സിഡേറ്റീവ് ഫേസിലെ റിയാക്ഷൻസ് എല്ലാം നോൺ റിവേഴ്സിബിളും ആണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു 3 ബുള്ളറ്റിൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാനിത് വായിക്കാം. ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് നിങ്ങളിങ്ങനെ സൈഡിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ ചാർട്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 2 കാർബൺ ഗ്രൂപ്പ് ഫ്രം സൈലുലോസ്, XYLULOSE, സൈലുലോസ്, അത് റൈബോസ് എന്ന് പറഞ്ഞൊരു ഷുഗറിലേക്ക് കൊടുത്ത് ആ റൈബോസ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഗ്ലിസറാൾഡിഹൈഡും സെഡോ ഹെപ്റ്റിലോസ്, ഇങ്ങനെ 2 കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് എ എൻസൈം ട്രാൻസ് കീറ്റോലേസ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, 3 കാർബൺ ഗ്രൂപ്പ് ഫ്രം സെഡോ ഹെപ്റ്റിലോസ് is given to the C1 carbon of glyceraldehyde to form erythrose and fructose in the presence of trans aldolase. അടുത്തത് 2 കാർബൺ ഗ്രൂപ്പ് ഫ്രം സൈലുലോസ് ഇസ് ഗിവൻ ടു എറിത്രോസ്, ഫോമിങ്, ഈ എറിത്രോസ് സ്പ്ലിറ്റ് ചെയ്ത് ഫ്രക്ടോസും ഗ്ലിസറാൾഡിഹൈഡും മാറുന്നു, ദ പ്രസൻസ് ഓഫ് ട്രാൻസ് കീറ്റോലേസ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ സ്റ്റെപ്സ് അങ്ങെടുത്ത് എഴുതി എന്ന് മാത്രം. നൗ വി ലുക്ക് ടു ദ ആക്ച്വൽ സൈക്കിൾ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സൈക്കിൾ കാണണ്ടല്ലോ അല്ലേ? ഇതിലിവിടെ ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തേക്കണം, കാണുന്നുണ്ടോ? ഡോട്ടഡ് ലൈൻ ഹിയർ. അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൻ്റെ താഴേക്കടെ പോയി ഇതേ ഈ റിബ്ലോസ് 5 ഫോസ്ഫേറ്റിൻ്റെ അവിടേക്കടെ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ലൈൻ. അതായത് ഇത്രേന് മുകളിൽ ഒരു ഫേസും ഇത്രേൻ്റെ താഴെ ഒരു ഫേസുമാണ്. അത് ക്ലിയറായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ ഇവിടം വരെ ഈ റിബ്ലോസ് 5 ഫോസ്ഫേറ്റിൻ്റെ മേള് വരെയുള്ള സ്റ്റെപ്സ് നോക്കിക്കേ, 1 വേ ആണല്ലേ. അഥവാ റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ല നടക്കുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷൻസ് അല്ല നടക്കണതെന്ന് വെച്ചാൽ നോൺ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ നോൺ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഏത് ഫേസിലാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വിട്ടേ, ഓക്സിഡേറ്റീവ് ഫേസിലാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം റിബുലോസ് 5-ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നത് വരെയുള്ളതാണ് ഈ ഷണ്ട് പാത്വേയുടെ ഓക്സിഡേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ ഉള്ള റിയാക്ഷൻസ് എല്ലാം ഇറ്റ് ഈസ് നോൺ റിവേഴ്സിബിൾ. ഫ്രം റിബുലോസ് 5-ഫോസ്ഫേറ്റ് പിന്നീട് നടക്കുന്ന എല്ലാ സ്റ്റെപ്സും നോൺ ഓക്സിഡേറ്റീവ് ഫേസിലുള്ളതാണ്. അതെല്ലാം റിവേഴ്സിബിൾ റിയാക്ഷൻസും ആണ്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കാണിക്കുന്നത്? ഇറ്റ്സ് എൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് 6-ഫോസ്ഫോ ഗ്ലൂക്കോണോ ലാക്ടോൺ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടായി മാറുന്നു. ഓക്സിഡേഷൻ റിയാക്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ NADH ആയി മാറുന്നുണ്ട്. മാത്രമല്ല ഓക്സിഡേഷൻ ആയതുകൊണ്ട് ഡീഹൈഡ്രോജനേസ് എന്ന എൻസൈമാണ് ഈ സബ്സ്ട്രേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എൻസൈമിൻ്റെ പേര് തന്നെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, വാട്ട് ഈസ് ഹാപ്പനിങ് ടു വാട്ടർ? ഹൈഡ്രേഷൻ. വാട്ടർ ഇങ്ങോട്ട് ഈ റിയാക്ഷനിലേക്ക് കയറുവാണ്, ഹൈഡ്രേഷൻ നടക്കുകയാണ്. 6-ഫോസ്ഫോ ഗ്ലൂക്കോണോ ലാക്ടോണ് ഹൈഡ്രേഷൻ നടന്ന് 6-ഫോസ്ഫോ ഗ്ലൂക്കോണേറ്റായി മാറുന്നു. കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം ഗ്ലൂക്കോണോലാക്ടോൺ ഹൈഡ്രോലേസ്. ഹൈഡ്രേഷനാണ് നടക്കുന്നത്, അതുകൊണ്ട് ഹൈഡ്രോലേസ് എന്ന എൻസൈം. നെക്സ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ഈസ് ഹാപ്പനിങ്? വീണ്ടും ഒരു ഓക്സിഡേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ മാത്രമല്ല, നോക്കിക്കേ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ചാടിപ്പോകുന്നുണ്ട്. ഓക്സിഡേഷനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? NADH ആയി മാറുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് റിയാക്ഷനാണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനാണ് നടക്കുന്നത്. കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് 6-ഫോസ്ഫോ ഗ്ലൂക്കോണേറ്റ് ഡീഹൈഡ്രോജനേസ്. സബ്സ്ട്രേറ്റിൻ്റെ പേരായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡീഹൈഡ്രോജനേസ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് അതിന് ഈ 6-ഫോസ്ഫോ ഗ്ലൂക്കോണേറ്റിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്ന് റിബുലോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. അങ്ങനെ ഈ പറഞ്ഞ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയുടെ ഓക്സിഡേറ്റീവ് ഫേസ് ഇതോടെ തീരുന്നു. ഇനി തുടങ്ങുന്നത് എന്ത് ഫേസാണ്? നോൺ ഓക്സിഡേറ്റീവ് ഫേസാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഇവിടെയുള്ള റിയാക്ഷൻസ് എല്ലാം ആരോസ് നോക്കി അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ ആരോസ് ആണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാം ഉള്ള റിയാക്ഷൻസ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസ് സെക്കൻഡ് ഫേസിൻ്റെ റിയാക്ഷൻസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. റിബുലോസ് 5-ഫോസ്ഫേറ്റ്. ആദ്യം താഴത്തേക്ക് പോവാം. റിബുലോസ് 5-ഫോസ്ഫേറ്റ് റൈബോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇതിൻ്റെ ഐസോമർ ഫോമാണ്. ഓക്കെ, എൻസൈമിൻ്റെ പേര് നോക്കി, ഐസോമറേസ്. ഫോസ്ഫോ പെൻറ്റോസ് ഐസോമറേസ്. ഫോസ്ഫോ പെൻറ്റോ 5 പെൻറ്റോ ഐസോമറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെ റൈബോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ഈ റൈബോസ് 5-ഫോസ്ഫേറ്റ് വീണ്ടും റിവേഴ്സിബിൾ റിയാക്ഷൻ, വീണ്ടും ഐസോമറൈസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. റാബിനോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നു. എൻസൈമിൻ്റെ പേര് ഫോസ്ഫോ പെൻറ്റോസ് 2 എപ്പിമറേസ് എന്ന എൻസൈമിൻ്റെ സഹായത്തോടെയാണ് റാബിനോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറുന്നത്. ഇനി ഈ റിബുലോസ് 5-ഫോസ്ഫേറ്റിന് ഈ റൂട്ടിൽ മാത്രമല്ല അത് പ്രൊസീഡ് ചെയ്യുന്നത്, വേറെയും അതിന് ചാനൽസ് ടു പ്രൊസീഡ് ഉണ്ട്. വേറൊരു റൂട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. ഈ റിബുലോസ് 5-ഫോസ്ഫേറ്റ് ഒന്നെങ്കിൽ അത് റൈബോസ് 5-ഫോസ്ഫേറ്റ് ആയി മാറാം, അല്ലെങ്കിൽ സൈലുലോസ് 5-ഫോസ്ഫേറ്റ് ആയി അത് മാറാം. സൈലുലോസ് 5-ഫോസ്ഫേറ്റ് ആയിട്ട് അതിന് മാറാവുന്നതാണ്. അവിടെയും കാറ്റലൈസ് ചെയ്യണ എൻസൈം ഇതെല്ലാം സിമിലറാണ്. നോക്കിക്കേ, ഫോസ്ഫോ പെൻറ്റോസ് 3 എപ്പിമറേസ്. ഇവിടെ 2 എപ്പിമറേസാണ് പറഞ്ഞത്, ഇവിടെ 3 എപ്പിമറേസ്. ഇതും എന്താ റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇനി ഇവിടുത്തെ ആരോസൊക്കെ ഇനി കാണാൻ പോകുന്ന ആരോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിരിക്കുന്ന. അപ്പോൾ അതിന് വേണ്ടിയാണ് നേരത്തെ ഞാൻ ഒരു 3 ബുള്ളറ്റിൻസ് പറഞ്ഞിരുന്നു. 2 കാർബൺ അവിടെ നിന്ന് പോകുന്നു, 2 കാർബൺ ഇവിടെ നിന്ന് പോകുന്നത്. അതിപ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ആദ്യം എഴുതി വെച്ച നോട്ടൊന്നും എടുത്തേ. 2 കാർബൺ ഗ്രൂപ്പ് ഫ്രം സൈലോസ് എന്ന് പറഞ്ഞില്ലേ, അതിവിടെയാണ് പറയണം. ഇപ്പം ഈ റിബുലോസിൽ നിന്ന് നമുക്കുണ്ടായി കിട്ടിയേക്കുന്ന സൈലോസ് 5-ഫോസ്ഫേറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ സൈലുലോസ് 5-ഫോസ്ഫേറ്റിൻ്റെ കയ്യിൽ നിന്ന് 2 കാർബൺ ഗ്രൂപ്പിനെ ഇവിടെ നിന്ന് 2 കാർബൺ ഗ്രൂപ്പിനെ ആർക്ക് കൊടുക്കുന്നു? റൈബോസിന് കൊടുത്ത്. ഓക്കെ, റിയാക്ഷൻ പറയുമ്പോഴത്തേക്കും സൈലുലോസ് പ്ലസ് റൈബോസ് അത്രയേ ഉള്ളൂ. ഇവിടുത്തെ 2 കാർബണിനെ
റൈബോസ് മേടിച്ചെടുത്ത് ആ റൈബോസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് തിരിയുകയാണ്. സൈലുലോസിൻ്റെ 2 കാർബണിനെ റൈബോസിന് കൊടുത്ത് ആ റൈബോസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്തായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? സെഡോഹെപ്റ്റലേസ് 7 ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഈ സ്പ്ലിറ്റിങ്ങിന് സഹായിക്കുന്ന എൻസൈം ട്രാൻസ് കീറ്റോലേസ്. ഇസ് എ ക്ലിയർ? ഇനി 3 കാർബൺ ഗ്രൂപ്പ് ഫ്രം സെഡോഹെപ്റ്റലേസിൽ നിന്ന് ഒരു 3 കാർബൺ ഗ്രൂപ്പ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഈ സെഡോഹെപ്റ്റലേസിൽ നിന്ന് ഒരു 3 കാർബൺ ഗ്രൂപ്പിനെ ഇവിടെ നിന്ന് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന് അതിൻ്റെ C1 ഫസ്റ്റ് കാർബൺ C1 കാർബണിലേക്ക് കൊടുക്കുന്നു. സെഡോഹെപ്റ്റലേസിൻ്റെ 3 കാർബൺ ഗ്രൂപ്പ് 3 കാർബൺ ഗ്രൂപ്പ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ ഫസ്റ്റ് കാർബണിന് കൊടുത്തിട്ട്, ഇപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇതിൻ്റെ 3 കാർബണും ഗ്ലിസറാൽഡിഹൈഡ് മേടിച്ചിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം ട്രാൻസ് ആൽഡോലേസ് എന്തായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യണത്? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും എറിത്രോസ് 4 ഫോസ്ഫേറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇനി സൈലുലോസ് 5 ഫോസ്ഫേറ്റ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞു ഓർക്കണല്ലേ, ഇവിടുത്തെ സൈലുലോസ് കിട്ടിയ സൈലുലോസ് തന്നെ. ആ സൈലുലോസ് ഈ റിയാക്ഷനും 2 എണ്ണം കൊടുക്കാം, അതിന് പറ്റുന്നു. അതിൻ്റെ കയ്യിലുള്ള ബാക്കിത്താണത് ഇവിടെ കൊടുക്കുന്നത്. സൈലുലോസ് 5 ഫോസ്ഫേറ്റ് അത് പിന്നെയും 2 കാർബൺ എറിത്രോസ് 4 ഫോസ്ഫേറ്റിന് കൊടുക്കുന്നു. അങ്ങനെ എറിത്രോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ട്രാൻസ് കീറ്റോലേസ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റുമായി മാറുന്നു. ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും നേരത്തെ നമുക്ക് കണ്ടുപരിചയമുള്ള കോമ്പൗണ്ട്സ് ആണോ? ആണല്ലേ. എവിടെയൊക്കെയാണെന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം. പെൻറ്റോസ് ഫോസ്ഫേറ്റ് ഷണ്ട് അല്ലെങ്കിൽ ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് പാത്വേയും ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട് എന്നൊക്കെ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ് സംഭവം. സൈറ്റോപ്ലാസത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യണത്. ഇതിനകത്ത് ATP ഡയറക്റ്റായിട്ട് ഈൽഡൊന്നും കിട്ടുന്നില്ല. ആകെയുള്ള ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് NADPHും റൈബോസ് 5 ഫോസ്ഫേറ്റുമാണ്. അത് വേറെ റിയാക്ഷൻസ് യൂസ് ചെയ്യാം. NADPHനെ ഫർദർ ഓക്സിഡൈസ് ചെയ്തും നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും 2 ഫേസാണുള്ളത്, ഓക്സിഡേറ്റീവ് ഫേസ് ആൻഡ് നോൺ ഓക്സിഡേറ്റീവ് ഫേസ്. ഓക്സിഡേറ്റീവ് ഫേസിലുള്ള റിയാക്ഷൻസ് എല്ലാം 1 വേ ആയിരിക്കും, അഥവാ റിവേഴ്സിബിൾ അല്ല. നോൺ ഓക്സിഡേറ്റീവ് ഫേസിലെല്ലാം റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആയിരിക്കും. ഓക്സിഡേറ്റീവ് ഫേസാണ് ആദ്യം കാണിച്ചേക്കുന്നത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന് ഓക്സിഡേഷൻ നടന്ന് 6 ഫോസ്ഫോ ലാക്ടോൺ ഉണ്ടാകുന്നു. അതിന് ഹൈഡ്രേഷൻ നടന്ന് 6 ഫോസ്ഫോ ഗ്ലൂക്കോണേറ്റ് ഉണ്ടാകുന്നു. അതിന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്ന് റിബ്ലോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു. ഇവിടെ വെച്ച് ഫേസ് 1 കഴിഞ്ഞു. ഇനി ഈ റിബ്ലോസ് 5 ഫോസ്ഫേറ്റിന് റൈബോസ് 5 ഫോസ്ഫേറ്റായി ഐസോമർ ഫോമായി മാറുന്നു. അതിനെ വീണ്ടും റാബിനോസ് 5 ഫോസ്ഫേറ്റ് ആക്കി നമുക്ക് വേറൊരു എൻസൈമിൻ്റെ സഹായത്തോടെ മാറ്റാവുന്നതാണ്. ഈ റിബ്ലോസ് 5 ഫോസ്ഫേറ്റിന് വേറെ റൂട്ടിലൂടെ അതിന് ട്രാവൽ ചെയ്യാം. റിബ്ലോസ് 5 ഫോസ്ഫേറ്റ് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സൈലുലോസ് 5 ഫോസ്ഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻ എപ്പിമറൈസ് എൻസൈം. ഈ പറഞ്ഞ ഉണ്ടായി കിട്ടിയേക്കുന്ന സൈലുലോസ് 5 ഫോസ്ഫേറ്റിൽ നിന്ന് 2 കാർബൺ ഗ്രൂപ്പിനെ എടുത്ത് റൈബോസിന് കൊടുത്താൽ ഈ റൈബോസ് പൊട്ടി 2 കോമ്പൗണ്ടായി മാറുന്നു. ആ 2 കോമ്പൗണ്ടാണ് ഈ പറഞ്ഞ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും സെഡോഹെപ്റ്റലേസ് 7 ഫോസ്ഫേറ്റും. സഹായിക്കുന്ന എൻസൈമാണ് ട്രാൻസ് കീറ്റോലേസ്. ഈ ഉണ്ടായി കിട്ടിയേക്കുന്ന സെഡോഹെപ്റ്റലേസിൻ്റെ 3 കാർബൺ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ ഫസ്റ്റ് കാർബൺ ഗ്രൂപ്പിന് കൊടുത്ത് അത് 2ആയിട്ട് പിരിയുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റും എറിത്രോസ് 4 ഫോസ്ഫേറ്റുമായി മാറുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം ട്രാൻസ് ആൽഡോലേസ്. ഈ എറിത്രോസ് 2 കാർബൺ സൈലുലേസിൽ നിന്ന് മേടിച്ച് അത് വീണ്ടും 2 കോമ്പൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം ട്രാൻസ് കീറ്റോലേസ്, ഗിവിംഗ് റൈസ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഓക്കെ, റിയാക്ഷൻ സിമ്പിളാണ്, പക്ഷേ ആരോസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. പിന്നെ നമ്മൾ വെക്കേഷന് പോണതിന് മുന്നേ ഞാനൊരു പണി പറഞ്ഞിരുന്നു നിങ്ങളോട്. പണി വേറൊന്നുമല്ല, നമ്മുടെ
സെല്ലുലാർ റെസ്പിറേഷൻ ഗ്ലൂക്കോസ് ഒരു 1 molecule ഗ്ലൂക്കോസ് when it undergoes cellular respiration അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോഴത്തേക്കും എത്ര ATP കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. NADH-ഉം FADH-ഉം ഒക്കെ കണക്കിലെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെയൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും NADH എന്തായി മാറുന്നു, 3 ATP ഈൽഡ് ചെയ്യുന്ന കോമ്പൗണ്ടായി മാറുന്നു. FADH2 ആണെങ്കിൽ FADH2 കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 ATP കിട്ടുന്നു. ആ രീതിയിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ഈൽഡ് കാണിക്കുന്ന ഒരു ടാബ്ലോ കോളം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ കണ്ടില്ല, അത് ആവശ്യമാണ് കേട്ടോ. ഇതൊക്കെ SA ക്വസ്റ്റ്യൻസ് ആണ്. സെല്ലുലാർ റെസ്പിറേഷൻ അതിൻ്റെ ടോട്ടൽ ഈൽഡൊക്കെ ചോദിക്കുന്നത് SA ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇൻ ദ കമ്മിങ് ഡേയ്സ് ഈ ആഴ്ച നിങ്ങളത്